പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ കഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സദ്യ എന്ന് ചോദിച്ചാൽ ഓരോ നാട്ടുകാർക്കും ഓരോരോ സദ്യകളായിരിക്കും ഇഷ്ടം, ഓരോരോ രീതികളൊക്കെ ആയിരിക്കും ഇഷ്ടം അല്ലേ. പക്ഷെ നമ്മൾ കേരളത്തിലുള്ളവരെല്ലാം ഒരിക്കലെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സദ്യ ഏതാ? അത് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയാണ് അല്ലേ. ഒരുപാട് വിഭവങ്ങളൊക്കെയുള്ള ഒരു 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 കംപ്ലീറ്റ് സദ്യ എന്നൊക്കെ പറയാം, ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യ. അപ്പം ഞാൻ ഈ പറയാനുള്ള കാരണമേ, ഇന്നലെ ഈ വള്ളസദ്യക്ക് തുടക്കമായിട്ടുണ്ട്. ആദ്യത്തെ ദിവസം 7 പള്ളിയോടങ്ങൾക്കായിരുന്നു സദ്യ ഒരുക്കിയത്. തുടർന്നുള്ള 81 ദിവസം 64 കൂട്ടം വിഭവങ്ങളായിരിക്കും സദ്യയ്ക്ക് ഉണ്ടാവുക. ഇത്തവണത്തെ വള്ളസദ്യ മന്ത്രി KB ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് ഭക്തർ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സന്നിഹിതരായി സദ്യയൊക്കെ കഴിച്ച് മടങ്ങി. നമുക്ക് ആ കാഴ്ചകൾ കാണാം. കോഴഞ്ചേരിക്കരയുടെ പള്ളിയോടമായിരുന്നു ക്ഷേത്രത്തിന്റെ വടക്കേ കടവിൽ ആദ്യമെടുത്തത്. തുടർന്ന് മറ്റുള്ള 6 പള്ളിയോടങ്ങളും. വള്ളസദ്യ വഴിപാടുകാരുടെ ആചാരപരമായ സ്വീകരണം തുടർന്ന് നടന്നു. ശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് തിരുനടയിലെത്തി ഭഗവാനെ സ്തുതിച്ചു. ഇത്തവണത്തെ വള്ളസദ്യ മന്ത്രി KB ഗണേഷ് കുമാർ ആയിരുന്നു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. തൂഷനിലയിട്ട് ആദ്യം ഭഗവാൻ പാർത്ഥസാരഥിയെ സങ്കല്പിച്ച് സദ്യ വിളമ്പി. തുടർന്ന് തുഴച്ചിലുകാർക്കും കരക്കാർക്കും. വിഭവങ്ങൾ പാടി ചോദിക്കുന്നതാണ് വള്ളസദ്യയുടെ ഏറ്റവും വലിയ ആകർഷണം. അങ്ങനെ പറഞ്ഞും പാടി ചോദിച്ച ഇലയിൽ 64 കൂട്ടം വിഭവങ്ങളും നിരന്നു. വള്ളം കളിയുടെ ആവേശത്തിൽ തന്നെയാണ് വള്ളസദ്യക്ക് വിഭവങ്ങൾ പാടി ചോദിച്ചു വാങ്ങുന്നത്. പാടി ചോദിക്കുന്നതിനനുസരിച്ച് വഴിപാടുകാർ വിളമ്പും, മനസ്സു നിറയും. സദ്യക്കൊപ്പം ഭഗവാനോടുള്ള ഭക്തിയും മനസ്സു നിറയ്ക്കും. അഭിഷ്ടകാര്യസിദ്ധി, സന്താനലബ്ധി, സർപ്പദോഷ പരിഹാരം, അങ്ങനെ പലതാണ് വള്ളസദ്യക്ക് പിന്നിലെ ഭക്തരുടെ ചേതോവികാരം. 400-ലധികം വള്ളസദ്യകൾ ഇതുവരെ ബുക്കിംഗ് ആയി. ദിവസം 15 വള്ളസദ്യ വഴിപാട് വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്ര വളപ്പിലും പുറത്തും ക്രമീകരിച്ചിട്ടുണ്ട്. അഷ്ടമി, രോഹിണി, തിരുവോണ ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിൽ വഴിപാട് നടത്താം. ഒക്ടോബർ 2 വരെ വള്ളസദ്യ തുടരും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.